നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് അകന്നു മാറുന്നതാണോ അതോ അവരുടെ സാഹചര്യം കൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഡെയിലി ഒന്നിലധികം ജനറൽ റീഡിംഗ് വീഡിയോസ് ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ മാത്രം ഇൻസ്റ്റഗ്രാമിലൊന്ന് DM ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് DM ചെയ്യുക. റീഡിംഗ് പെയ്ഡ് ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളൊരു പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റിൽ ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള 5252 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ളത് 8 ഓഫ് പെൻറ്റാക്കിൾസ്, അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ അവരുടെ ജോലിയിലോ കരിയറിലോ അല്ലെങ്കിൽ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് അവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും ഇപ്പോൾ സ്വന്തം കഴിവൊക്കെ തെളിയിക്കാനും ഒരു സമയം കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് കാണുന്നത്. പിന്നെയെന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഇവർ വളരെ പക്വതയുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളെയൊക്കെ, ഫീലിങ്സൊക്കെ നിയന്ത്രിച്ച് നിൽക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതായത് ഇമോഷണലി ഇപ്പോൾ നിങ്ങളോട് കണക്റ്റഡ് ആണെങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളൊരു രീതിയിൽ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ. അപ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തെ പക്വമായി കൈകാര്യം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിൽ നിറയെ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഒരു ബാലൻസ് ഒക്കെ ഇങ്ങനെ നിലനിർത്താനാണ് ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് അകലം പാലിക്കുന്നതല്ല എന്നാണ് കാണുന്നത്. ചിലരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവർക്ക് ടൈം കൊടുക്കണമെന്നുള്ളത്. ടൈം തരൂ, ഇന്ന പോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇൻ കേസ് പറഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അവരവരുടെ ഇമോഷൻസിനെയൊക്കെ അടക്കി പിടിച്ച് ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റാനായിട്ട് ശ്രമിക്കുന്നൊരു എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതിനായി മനഃപൂർവ്വമായിട്ട് അകറ്റി നിർത്തുന്നതല്ല. അവരുടെ ശ്രദ്ധ ഇപ്പോൾ കരിയറിലും ജീവിതത്തിലെ മറ്റു പല റെസ്പോൺസിബിലിറ്റീസിലും ആണെന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളും മാറി ഈ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറാനായിട്ട് ഈ ഒരു എനർജി ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ മുന്നേ പറഞ്ഞതുപോലെ 5252 എന്നുള്ള ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്യാം.